അറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ 1000 ആണ്ട് വാഴ്ചയുടെ ഗുണമേന്മകളെ, ശ്രേഷ്ഠതകളെക്കുറിച്ചൊക്കെ വിവരിക്കുകയായിരുന്നു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് 2-3 എപ്പിസോഡിൽ പറഞ്ഞു. ദൈവം നമുക്ക് നന്മകളും അനുഗ്രഹങ്ങളും പൂർണ്ണ തോളിൽ തരുന്നൊരു സമയമാണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ ഏദൻ തോട്ടത്തിലുള്ള അതേ ഒരു സിറ്റുവേഷനിൽ തന്നെ വീണ്ടും ദൈവം മനുഷ്യനെ ആക്കി അവരോടൊത്ത് ദൈവം വാഴുന്ന സാഹചര്യം. എന്നാൽ ഒരേ വ്യത്യാസം മാത്രമേ ഉള്ളൂ. മനുഷ്യന് അതുപോലെ അല്ല, ചിലർ ആളുകൾക്ക് അവിടെ തേജസ്സിൻ്റെ വലിയ ശരീരത്തോടുകൂടിയാണ് നിൽക്കുന്നത്, മാനുഷിക ശരീരമല്ല എന്നുള്ളൊരു വ്യത്യാസം. എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഭരണരീതിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. കർത്താവിൻ്റെ ഭരണത്തിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ടാണ് നമ്മൾ ഭരിക്കുന്നത്. അവിടെ നീതി പൂർണ്ണമായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്, ദയയും വിശ്വസ്തതയും പൂർണ്ണമായിട്ടുണ്ട്, പിശാചില്ല അവിടെ. അതുകൊണ്ട് ഒരു പൂർണ്ണ സമാധാനവും സന്തോഷവും നിറഞ്ഞ സ്വർഗീയ അനുഭവത്തിലാണ് നമ്മൾ ആ ഭൂമിയിൽ പാർക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. നമുക്ക് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ നമ്മൾ ചുരുക്കമായിട്ട് എടുക്കുമ്പോൾ ആദ്യം നമ്മൾ പാപികളായ നമ്മളെ സൗജന്യമായി രക്തം കൊണ്ട് വീണ്ടെടുത്തു, അതൊരു അനുഗ്രഹമാണ്. രണ്ടാമത് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്ന് അത്യന്ത ശക്തി ദാനമായി തന്നു. 3 ദിവസവും നമ്മളെ ട്രാൻസ്ഫോം ചെയ്ത് തേജസ്സുമേൽ തേജസ്സായിട്ട് ട്രാൻസ്ഫോം ചെയ്ത് അവൻ്റെ കാന്തിയായി മാറ്റി. 4ാമത് ദൈവം ചെയ്തത് സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു, നമ്മളെ സ്വർഗത്തിലേക്ക് രഹസ്യവരവിൽ നമ്മളെ കൊണ്ടുപോകുന്നു. 5ാമത് നമുക്ക് പ്രതിഫലങ്ങൾ തരുന്നു. നമുക്കിത് അവിടെ സ്വർഗത്തിൽ നമ്മൾ ചെയ്ത പ്രവർത്തികളനുസരിച്ചുള്ള പ്രതിഫലങ്ങൾ തരുന്നു. 6ാമത് നമ്മൾ അവൻ്റെ കൂടെ ഇരുത്തുന്നു. കാന്ത എപ്പോഴും യേശുവിനോടൊപ്പമായിരിക്കും, നമ്മെ അവൻ്റെ കൂടെ ഇരുത്തുന്നു എന്നുള്ളത് 6ാമത്തെ ചിന്ത. 7ാമത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ 1000 ആണ്ട് വാഴ്ചയിലെ ഉള്ള കാര്യം, ഈ ലോകം ഭരിക്കാനുള്ള അവകാശം നമുക്കും തരുന്നു. നമ്മൾ ഭരണം ഈ ലോകത്തിൽ ആയിരിക്കും. ഈ ലോകത്തിൽ 1000 ആണ്ട് വാഴ്ചയിൽ നമ്മുടെ ഭരണം കർത്താവിനോടൊപ്പമായിരിക്കും. കർത്താവ് നമുക്ക് ഡെലിഗേറ്റ് ചെയ്യും, പവേഴ്സ് തരും എന്ന് നമ്മൾ മറക്കരുത്. ഈ സമയത്ത് വെളിപ്പാട് പുസ്തകം 15:4 പറയുന്ന പോലെ സകല ജാതികളും വന്ന് തിരുമുമ്പിൽ നമസ്കരിക്കും. ആ സമയത്ത് ലോകത്തിലുള്ള സകല ജാതികളും തിരുമുമ്പിൽ വന്ന് നമസ്കരിക്കും. ഭരണം ഏത് രീതിയിലായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുക. അവിടെ കാലാവസ്ഥ മാറി, രാത്രിയില്ല, സൂര്യന് 7 ഇരട്ടി പ്രകാശം, രോഗാണുക്കളില്ല, എല്ലാം മലയും മാറി, എല്ലാം ഫ്ലാറ്റാണ്. അതുപോലെ എല്ലാം ഗാർഡൻ്റെ എഫക്റ്റാണ്. ഭൂമിക്ക് ഇവിടെ റൊട്ടേഷനില്ല, അവിടെ ഗ്രാവിറ്റി വേണ്ട പിടിച്ചു നിർത്താനായിട്ട്. മൃഗങ്ങളുടെ സ്വഭാവം മാറും, വന്യത മാറും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ആദാമിനെ ഹവ്വയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മൃഗങ്ങളെ സൃഷ്ടിച്ചപ്പോഴേ അവർ വന്യത ഇല്ലായിരുന്നു. വേറെ രീതിയിൽ പറഞ്ഞാൽ വെജിറ്റേറിയൻ ഭക്ഷണമായിരുന്നു കഴിച്ചത്. അവരുടെ ഇൻറ്റസ്റ്റിനും കുടലും അതൊക്കെ വെജിറ്റേറിയൻ ഭക്ഷണത്തിന് വേണ്ടിയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നീടാണ് വന്യത വന്നത്. വന്യത വന്നത് എന്താണ്? പാപം വന്നപ്പോഴാണ് വന്യത വന്നത്. വിൻ്റർ വരുമ്പോഴേ വിൻ്ററും സമ്മറും ചൂടും തണുപ്പും ഒക്കെ വന്നു. ആദ്യം അതൊന്നും ഇല്ലായിരുന്നു, എല്ലാം നല്ല ടെമ്പറേച്ചറായിരുന്നു. മനുഷ്യന് അതേ ടെമ്പറേച്ചർ തന്നെയായിരുന്നു. ആ വന്യത വന്ന് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മനുഷ്യന് കാലാവസ്ഥ മാറിയപ്പോൾ അവൻ്റെ ശരീരത്തിൽ കൂടുതൽ ഫാറ്റ് വേണം എന്നായി. ഈ ഫാറ്റ് വേണമെങ്കിൽ ഫാറ്റിന് സപ്ലൈ ചെയ്യാനായിട്ട് മാർഗമായിരുന്നു നോൺ വെജിറ്റേറിയൻ. അങ്ങനെ നോൺ വെജിറ്റേറിയനിലേക്ക് മനുഷ്യൻ തിരിഞ്ഞു. അപ്പോൾ നമുക്കറിയാം, നമുക്ക് കോമ്പല്ലുകളൊന്നുമില്ല ഇത് കടിച്ചു കയറി തിന്നാനായിട്ട്. മനുഷ്യൻ കുക്ക് ചെയ്തൊക്കെയാണ്, അതുകൊണ്ടാണ് അത് സോഫ്റ്റാക്കിയാണല്ലോ കഴിക്കുന്നത്. ഈ വന്യത മാറിയതിൻ്റെ ഒരു തെളിവ് വേണമെങ്കിൽ പറഞ്ഞുതരാം. നേരത്തെ ഇത് സംഭവിച്ചിട്ടുണ്ട്. നോഹയുടെ പെട്ടകത്തിൽ എല്ലാ മൃഗങ്ങളും ഉണ്ടായിട്ടും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ദൈവം തൽക്കാലത്തേക്ക് അവരുടെ ക്യാരക്ടറൊക്കെ ഏദൻ തോട്ടത്തിലെ സ്വഭാവത്തെ പോലെ മാറ്റി. അല്ലെങ്കിൽ നോഹയുടെ പെട്ടകത്തിൽ ഈ സിംഹമൊക്കെ ഇരിക്കുന്ന സമയത്ത് നോഹ അതിന് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങുമ്പോഴേ ആ നോഹയൊക്കെ അതങ്ങ് സൂപ്പാക്കി തിന്നേനെ, ആ സമയത്ത് തന്നെ തിന്നേനെ. അതുകൊണ്ട് സിംഹത്തിൻ്റെ ക്യാരക്ടർ മാറി എന്നുള്ളത് നമ്മൾ കാണുന്നു. ഇതേപോലെ ഒരു അനുഭവമാണ് ദാനിയേൽ സിംഹക്കുഴി കിടന്നപ്പോഴും നടന്നത്. സിംഹം ഒന്നും ദാനിയേലിൻ്റെ മേളിൽ ചാടി വീണില്ല. ഇങ്ങനെ കാരണം അതിൻ്റെ തൽക്കാലത്തേക്ക് ദൈവം അതിൻ്റെ വന്യത മാറ്റി എന്ന് നമുക്ക് ചിന്തിക്കാം. മൃഗങ്ങളുടെ സ്വഭാവം മാറ്റി അവരെ വെജിറ്റേറിയൻ ആക്കി മാറ്റി എന്നുള്ളത് കാണാം. നമുക്ക് 1-2 വാക്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വായിക്കാം.
യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലെ ചെന്നായി കുഞ്ഞാടിനോടവിടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടുകുറ്റിയോടെ കിടക്കും, പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും, ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. 7-ാം വാക്യത്തിലെ പശു കരടിയോട് മേയും, അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും, സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും, മുല കുടിക്കുന്ന ശിശു സർപ്പത്തിൻ്റെ ബോധിങ്കൽ കളിക്കും, മുലകുടി മാറിയ പൈതൽ അണലിയുടെ പോത്തിൽ കൈയിടും. മൃഗങ്ങളുടെ സ്വഭാവമൊക്കെ മാറി അവരുടെ വന്യത മാറിയതായിട്ട് നമ്മളെ കാണുന്നു. ഇതേ കാര്യം തന്നെ യെശയ്യാവ് 65:25 ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും, സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും, സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും, എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന് യഹോവ അരുളിച്ചെയ്തു. ഇത് മൃഗങ്ങളുടെ സ്വഭാവം എല്ലാം മാറി. അത് അത്ര മനോഹരമായൊരു ഭൂമിയാണ്. അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അന്യോന്യം ക്വാറൽ ചെയ്യുകയോ അല്ലെങ്കിൽ കടിച്ചു പറിക്കുകയോ ചെയ്യുന്ന ഒരു സംഭവമില്ല. മൃഗങ്ങൾക്ക് അതുപോലെ അതിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടിയതായിട്ട് കാണുന്നുണ്ട്. അതും ഇതിനകത്ത് നമുക്ക് കാണാം. അവരിൽ നിന്ന് വരുന്ന പ്രൊഡ്യൂസ് എന്ന് വെച്ചാൽ പാല് ഉൽപ്പാദിപ്പിക്കുക. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചാണ്, ഇസ്രായേൽ മക്കൾ നേരത്തെ കൃഷിക്കാരായിരുന്നു. അവരെ കൃഷി ചെയ്യുകയും അതിൽ നിന്ന് ജീവിക്കുകയും ചെയ്യുന്ന ആൾക്കാരായിരുന്നു. എന്നാൽ അവർ ബാബേൽ പ്രവാസത്തിലേക്ക് പോയപ്പോഴാണ് ബിസിനസ് കൂടുതൽ പഠിച്ചത്. ബിസിനസ് കൂടുതൽ പഠിച്ച് അവരുടെ സ്വഭാവമൊക്കെ ഇത്തിരി പെർവേർട്ടഡ് ആയിപ്പോയി. ഇപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരാണ് യഹൂദന്മാരാണ് ലോകത്തിലെ ഒരുപാട് ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത്. അവരെ വീണ്ടും തിരിച്ച് ദൈവം ബിസിനസ്സിൽ നിന്ന് ദൈവത്തിൻ്റെ ഭരണത്തിലേക്കുള്ള ഈ കൃഷിയിലേക്ക് വീണ്ടും കൊണ്ടുവരുമെന്നുള്ളൊരു സൂചനയും കൂടെയാണ്. യെശയ്യാവ് 7:21 തൊട്ട് 22 വരെയുള്ള വാക്യങ്ങൾ, അന്നാളിൽ ഒരുത്തനൊരു പശുക്കിടാവിനെയും 2 ആട്ടിനെയും വളർത്തും. ശ്രദ്ധിക്കുക, അന്നാളിൽ ഒരുത്തനൊരു പശുക്കിടാവിനെയും 2 ആട്ടിനെയും വളർത്തും. അവയെ കറന്നു കിട്ടുന്ന പാലിൻ്റെ പെരുപ്പം കൊണ്ട് അവൻ തൈര് തന്നെ കൊറ്റു കഴിക്കും. ദേശത്ത് ശേഷിക്കുന്ന ഏവരുടെയും ആഹാരം തൈരും തേനുമായിരിക്കും. നോക്കി പ്രത്യേകം ശ്രദ്ധിച്ചാൽ അറിയാം, തൈരും തേനുമാണ് ആളുകൾ കഴിക്കുന്നത്. കൂടുതലൊന്നും വേണ്ട, ഒരു പശുവും 2 ആടും മതി. അവനിഷ്ടം പോലെ കഴിക്കാനായിട്ട് ഭക്ഷണം ഉണ്ടാവും. അന്നേരം മൃഗങ്ങളിൽ വന്ന വ്യത്യാസങ്ങളാണ് കാണുന്നത്. അതുപോലെ വെജിറ്റബിൾ വേൾഡ്, സസ്യജാലങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങൾ, അത് നേരത്തെ സൂചിപ്പിച്ചാണ്, അതിനും വ്യത്യാസം ഉണ്ടാവും. യെശയ്യാ 35:1-2 മരുഭൂമി വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടി ഉല്ലസിക്കും. ലബാനിൻ്റെ മഹത്വം കർമ്മേലിൻ്റെ ആരോൻ്റെ ശോഭയും അതിന് കൊടുക്കപ്പെടും. അവർ യഹോവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിൻ്റെ തേജസ്സും കാണും. മരുഭൂമിയൊക്കെ വരണ്ട നിലവുമൊക്കെ മാറി പൂന്തോട്ടങ്ങളാകുന്നതായിട്ട് കാണുന്നു. യെശയ്യാ 51:3 ഇത് തന്നെ എഴുതിയിട്ടുണ്ട്. യഹോവ സിയോനെ ആശ്വസിപ്പിക്കുന്നു, അവനതിൻ്റെ സകല ശൂന്യസ്ഥലങ്ങളെ ആശ്വസിപ്പിച്ച് അതിൻ്റെ മരുഭൂമി ഏതിനെ പോലെയും അതിൻ്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെ പോലെയും ആക്കുന്നു. ഭൂമി മരുഭൂമി തോട്ടമാവും സന്തോഷിക്കുന്ന ദിവസം. മീഖ 4:4 അവൻ ഓരോരുത്തൻ താന്താൻ്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിൻ്റെ കീഴിലും പാർക്കും, ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. യഹോവയുടെ സൈന്യങ്ങളുടെ യഹോവയുടെ വായ തരളി ചെയ്തിരിക്കുന്നു. വെജിറ്റബിൾ വേൾഡ് ടോട്ടലായിട്ടുള്ളൊരു ചേഞ്ചസ് വരും ആ സമയത്ത്. എന്നാലേ നമുക്കിവിടെ കാണാം ഈ ഭൂമി അത്ര മനോഹരമാണ്. യോർദാൻ നദിയെക്കുറിച്ച് ഒരു പരാമർശമൊന്നുമില്ല. എന്നാൽ എഹെസ്കേൽ 47-നകത്ത് ദേവാലയത്തിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു വന്ന് ചാവുകടൽ പഥ്യമായി തീരും എന്ന് പറയുന്നുണ്ട്. അന്നേരം ഒരു കാര്യം മനസ്സിലാവും, അവിടെ ദേവാലയം പണിയുന്നു. അതിനെക്കുറിച്ച് നമ്മൾ ഇനി ചിന്തിക്കും. ദേവാലയം പണിയുന്നുണ്ട്. ദേവാലയം എവിടെയാണ് പണിയുന്നതിനെക്കുറിച്ച് തർക്കവിഷയങ്ങളൊക്കെ ഉണ്ട്. റബ്ബിമാർ പറയുന്നത് ഇപ്പോഴേ വിലാപമതിലിനടുത്താണ് സ്ഥലം, അവിടെയാണ് ദേവാലയം വരേണ്ടത് എന്ന്, ഒറിജിനൽ ദേവാലയം അവിടെയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അതിൻ്റെ അടിയിൽ ടെക്ടോണിക് പ്ലേറ്റ്സിൽ വെള്ളം ധാരാളമായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്.
അതൊരു കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇസ്രായേലിലെ ശരിക്കും പറഞ്ഞാൽ ഒരു അരിഡ് ലാൻഡാണ്, സെമി അരിഡ് ലാൻഡാണെന്ന് വെച്ചാൽ മഴയൊന്നും കാര്യമായിട്ടില്ല, വെള്ളം കുറവുള്ള സ്ഥലമാണ്, ഉഷാര ഭൂമിയായിട്ടാണ് ഇത് കിടക്കുന്നത്. എന്നാൽ കർത്താവ് വന്ന് ഒലിവുമലയുടെ മേളിൽ നിന്ന് ആ ഒലിവുമല പിളരുമ്പോൾ അതിനടിയിൽ നിന്ന് വെള്ളം പുറപ്പെട്ട് നദി പോലെ പുറപ്പെട്ട് ഈ ഒഴുകി ചാവുകടലിലേക്ക് വരുമെന്നും ഈ ചാവുകടല് പഥ്യമായി തീരും എന്നും വിശ്വസിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ഭരണത്തിൻ്റെ കീഴിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടല്ലോ, നമുക്കറിയാം. ഇപ്പം തന്നെ നമുക്കറിയാം ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ആഭ്യന്തരം, പോലീസ്. ഇവിടെ ആ സമയത്ത് ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ഒന്നുമില്ല. കാരണം 2 എണ്ണം ഗന്ധകപ്പൊയ്കയിലും 1 അഗാധകൂപത്തിലും കിടക്കുകയാണ്. മൃഗവും കള്ളപ്രവാചകനും ഗന്ധകപ്പൊയ്കയിലും ഒരെണ്ണത്തെ പിടിച്ച്, പിശാചിനെ പിടിച്ച് അഗാധകൂപത്തിലും ഇട്ടിരിക്കുകയാണ്. അപ്പോഴേ എന്താണ് ചോദിച്ചാൽ, ആളുകളുടെ ഇടയിൽ പാപം ഇല്ല എന്നുള്ളൊരു സംഭവം ആയിട്ടുള്ളതുകൊണ്ട് പോലീസിൻ്റെ ആവശ്യവും അതുപോലെ ആഭ്യന്തരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. 1904 ഒരു ചരിത്രത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വെയിൽസിലെ ഖനി തൊഴിലാളികളുടെ ഇടയിൽ ഒരു ഉണർവുണ്ടായി 1904. ഈ ഖനിത്തൊഴിലാളികൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ്. അന്നേരം അവരെല്ലാവരും തന്നെ പലരും ഈ ലിക്കറിനും അതുപോലെ അങ്ങനെ പല വൈസസിന്, ചൂതുകളി, ഇതിനൊക്കെയും അഡിക്റ്റായി ഇരിക്കുന്ന സാഹചര്യമായിരുന്നു. ഒരുപാട് അനാശാസ പ്രവർത്തനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ 1904 അവിടെ ഒരു ഉണർവുണ്ടായ ശേഷം എന്താ സംഭവിച്ചു വെച്ചാൽ വലിയൊരു മാനസാന്തരം ഉണ്ടായി. ആ മാനസാന്തരം ഉണ്ടായതോടെ ഈ ഖനിത്തൊഴിലാളികളെല്ലാം തന്നെ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം അവിടുത്തെ ലിക്കർ ഷോപ്പെല്ലാം അടച്ചുപൂട്ടി, ചൂതുകളിയെല്ലാം നിന്നു, പോലീസിനൊന്നും കേസില്ല, അനാശാസ പ്രവർത്തനങ്ങളൊന്നുമില്ല എന്നുള്ള ഒരു കാര്യം അവിടെ ഉണ്ടായി. ഇത് നടന്ന സംഭവമാണ്, 1904 വെയിൽസിൽ നടന്ന സംഭവമാണ്. ശരിക്കും അതുപോലെ തന്നെ ഒരൊറ്റ ഉണർവ് അങ്ങനെ ആയെങ്കിൽ ഇവിടെ 1000 ആണ്ടിൽ എത്ര അധികമായിരിക്കും അത് വരുന്നത്. കാരണം യേശുക്രിസ്തു നേരിട്ട് ഭരിക്കുന്ന സമയമാണ്. രണ്ടാമത് ഇവിടെ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല, ആഭ്യന്തരം ഇല്ലാത്ത പോലെ തന്നെ ഡിഫൻസ് ഇല്ല. കാരണം ഈ ഭരണകർത്താക്കളെല്ലാം തേജസ്സുള്ളവരാണ്. അവർക്ക് കാര്യങ്ങളെല്ലാം ഗ്രഹിക്കാനുള്ള കഴിവുണ്ട്. കാരണം അവരുടെ ബുദ്ധി അതനുസരിച്ച് വികസിച്ചിട്ടുണ്ട്. അവിടെ ആയുധങ്ങൾ ഇല്ല, ശരിക്കും ഒരു ആയുധങ്ങളും ഇല്ല. മീഖ 4:3 പറയുന്ന പോലെ, 4:3 പറയുന്നത്, അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും, ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല, അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. വാളുകളെ കൊഴുക്കളാക്കി തീർക്കുക, കൃഷി ആയുധങ്ങളാക്കി വാളുകളെല്ലാം മാറ്റുകയാണ്. കാരണം അവിടെ കൃഷി ഉള്ളതുകൊണ്ട് കൃഷി ആയുധങ്ങൾ, ഒരു കൃഷിക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങൾ ഒരുപാട് ആവശ്യമാണ്. കാരണം ക്ലൈമറ്റ് നല്ലതാണ്, ഭൂമിയുടെ ശാപമെല്ലാം മാറി, അതെല്ലാം നല്ല പ്രൊഡക്ടിവിറ്റി ആയിട്ടുള്ള മണ്ണാണ്, എല്ലാം ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് കൃഷി ധാരാളം ഉള്ളതുകൊണ്ട് അവിടെയുള്ള ആ സമയത്തുള്ള എല്ലാ യുദ്ധായുധങ്ങളും അടിച്ചു തീർത്ത് അവരെ കൃഷി ഇംപ്ലിമെൻറ്റ്സ് ആക്കിയിട്ട് മാറ്റുന്നതായി കാണുന്നു. മൂന്നാമത് അവിടെ ഈ എനർജി ഡിപ്പാർട്ട്മെൻ്റ് ഒന്നുമില്ല. നമുക്കറിയാമല്ലോ, ഇവിടെ സൂര്യനുള്ളപ്പോൾ എനർജി വേണം, ഇലക്ട്രിസിറ്റി ഇല്ലാതെ കാര്യങ്ങളെ ചെയ്യാനായിട്ട് പറ്റത്തില്ല, എനർജി വേണം. ഇവിടെ നമുക്ക് നേരത്തെ അറിയാം, നമുക്കെല്ലാം അറിയാം, പലയിടത്തും ഇന്ത്യയിലും ഒക്കെ ന്യൂക്ലിയർ പ്ലാന്റ്സ്, ചൈന, USA, ഇന്ത്യ, ഇവിടെ എല്ലാം തന്നെ ന്യൂക്ലിയർ പ്ലാന്റ്സും ഒക്കെ ധാരാളമുള്ളതാണ്. അതുകൊണ്ട് അവിടുന്ന് നിന്ന് സോളാർ എനർജി, ഇപ്പോൾ സോളാർ എനർജിയാണ് കൂടുതൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത്, സോളാർ എനർജി കൊണ്ട് അത് കൺവേർട്ട് ചെയ്യാണ്. ഒരു ഇടിയും കൊല്ലാനും ഒക്കെ വരുമ്പോൾ എത്ര കിലോ വാട്ട് പവറാണ് അതിൽ ജനറേറ്റ് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൻ്റെ 3 സൂചനയുണ്ട്. സ്വർഗത്തിൽ നിന്ന് വലിയൊരു വെളിച്ചം വന്നു, എല്ലാ വെളിച്ചത്തെയും ഓവർ റൂൾ ചെയ്യുന്നൊരു വെളിച്ചം വന്നു. ശൗലിനെ പൗലോസായിട്ട് കൺവേർട്ട് ചെയ്ത സമയത്ത് ആകാശത്ത് നിന്ന് വലിയ പ്രകാശം വന്നു നമ്മൾ കാണുന്നു. അന്നേരം ഇവിടെ നമ്മൾ സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ 7 ഇരട്ടി പ്രകാശമാണ് വരുന്നത്, ചൂടല്ല, പ്രകാശമാണ് വരുന്നത്. ചന്ദ്രനും സൂര്യനും ഒക്കെ ഉള്ള പ്രകാശമൊക്കെ ഒത്തിരി വ്യത്യാസമാണ്. അന്നേരം രാത്രിയെന്നില്ലല്ലോ, രാത്രിയും പകലും ഒന്നുമില്ല. ഒരു ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സെറ്റപ്പാണ്. കാരണം മനുഷ്യന് ക്ഷീണമില്ല, പ്രയാസമില്ല, രോഗമില്ല, വേദനകളില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. മനുഷ്യൻ എപ്പോഴും സമാധാനത്തിൽ. കഴിഞ്ഞ ദിവസം ഇത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരാളെ പറയുമായിരുന്നു,
അയ്യോ ഇങ്ങനെയൊക്കെ ആയാൽ നമ്മൾ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തെങ്കിലല്ലേ നമുക്കൊരു സന്തോഷമുള്ളൂ, അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്തെങ്കിലല്ലേ ഒന്ന് കരയാൻ പറ്റുള്ളൂ, അനുദപിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം ഇങ്ങോട്ട് സംസാരിക്കുകയായിരുന്നു. അതിങ്ങനെ ഒന്നുമില്ലാത്തൊരു ലോകത്ത് നമ്മളെന്താണ് ഒരു പപ്പറ്റ്സിനെ പോലെ അല്ലെങ്കിൽ ഒരു യന്ത്രമനുഷ്യനെ പോലെ ജീവിച്ചാൽ എന്താണ് നമുക്ക് രസം എന്നൊക്കെ ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ഇങ്ങനെ ആദാമും ഹവ്വായും ഇതേ രീതിയിലായിരുന്നു ഇരുന്നത്. അവിടെ പിശാച് വന്നു അവരെ ചതിച്ചുകൊണ്ടാണ് അവർ മാറിപ്പോയത്, അവരുടെ ചിന്ത മാറിപ്പോയത്. ഇവിടെ പിശാചിനെ പിടിച്ച് പൂട്ടിയിട്ടിരിക്കുകയാണ്. 2 എണ്ണം ഗന്ധ പൊയ്യയിലും ഒന്ന് അഗാധ ഊപത്തിലും കിടക്കുകയാണ്. അതുകൊണ്ട് എന്തായാലും അവരുടെ യാതൊരു പ്രവർത്തനവും അവിടെ ഇല്ല, ഇപ്പം തൽക്കാലം ഇല്ല. കുറച്ച് കഴിഞ്ഞ് അവനെ തുറന്നു വിടുമ്പം കാണാം ബാക്കിയുള്ള കാര്യം. അപ്പോൾ അവിടെ എനർജി ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ഇല്ല, ആവശ്യമില്ല എന്ന് കാണുന്നു. അതുപോലെ തന്നെ അവിടെ ആവശ്യമില്ലാത്തൊരു കാര്യമാണ് അവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല. അവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ആർക്കുമില്ല. ജന്മന രോഗികളില്ല, ഫംഗസ് ഇല്ല, വൈറസ് ഇല്ല, കെമിക്കലില്ല, ഫുഡ് പോയിസണിങ് ഇല്ല, ഫുഡ് ന്യൂട്രീഷൻ കുറവായിട്ടുള്ളതില്ല. എല്ലാ മനുഷ്യന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അവിടെ ആക്സിഡൻ്റ് ഇല്ല, വാർദ്ധക്യമില്ല, വെതർ ചേഞ്ച് ഇല്ല. ഇതെല്ലാം തന്നെ പാപത്താൽ വരുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഇങ്ങനെ അനേക കാരണങ്ങൾ കൊണ്ട് ഈ ഭൂമിയിലുള്ള ഇപ്പോൾ നിലവിലുള്ള പല കാര്യങ്ങളും ഇല്ല. എന്തോ മനോഹരമായൊരു ഭൂമിയാണിത്. അതേ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളാകുക, നമ്മളെല്ലാം തേജസ്സിൻ്റെ ശരീരത്തോടു കൂടി ഈ രഹസ്യവരവിൽ എടുക്കപ്പെട്ടവർ തേജസ്സിൻ്റെ ശരീരത്തോടു കൂടി ഇവിടെ കർത്താവിനോടൊപ്പം വാഴുകയാണ് എന്ന് നമ്മൾ മറന്നുപോകാൻ. അതുകൊണ്ട് എൻ്റെ സമയം ഇവിടെ അവസാനിച്ചുകൊണ്ട് നമുക്ക് തുടർന്ന് ഇത് ചിന്തിക്കാം. അടുത്ത ദിവസങ്ങളിലും ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതാണ്. 1-2 എപ്പിസോഡിൽ 1000 ആണ്ട് വാഴ്ചയുടെ കാര്യങ്ങളെല്ലാം തീരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ യെരൂശലേം അതിലേക്ക് നമ്മൾ ചിന്തിക്കാവുന്നു. ഇത് നമുക്ക് അനുഗ്രഹം. എന്തിനാണ് ഇത് പറയുന്നത് ചോദിച്ചാൽ, ഈ വലിയ മഹത്വപരമായിട്ടുള്ള ഈ കർത്താവിൻ്റെ ഭരണത്തിൽ ഇത് യഹൂദന്മാർക്ക് മാത്രം വെച്ചിരിക്കുന്ന ഒന്നല്ല. ചില ആളുകൾ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ ഇവിടെ കാണത്തില്ല, നമ്മൾ സ്വർഗീയ യെരൂശലേമിൽ മുകളിലാണ്. ശരിയാണ്, നമ്മൾ സ്വർഗീയ യെരൂശലേമിൽ മുകളിൽ തന്നെയാണ് ആയിരിക്കാം. അത് ഭൂമിയിലെ ഈ ഭൂമി ശാപഗ്രസ്തമായതിൽ നിന്ന് ശാപം മാറിയ അവസ്ഥയിൽ ഇരിക്കുന്നതുകൊണ്ട് ആ സ്വർഗീയ യെരൂശലേം ഭൂമിയിൽ ടച്ച് ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മൾ മേളിലായിരിക്കാം. എന്നാൽ നമുക്ക് ആത്മീയമായിട്ടുള്ള തേജസ്സിൻ്റെ ശരീരം ഉള്ളതുകൊണ്ട് നമ്മളായിരിക്കും ഈ ഭൂമിയെ ഭരിക്കുന്നതെന്നുള്ള ഒരു ചിന്ത നമ്മളെ ഭരിക്കട്ടെ. അതുകൊണ്ട് അത് വലിയൊരു അനുഭവമാണ്. അത് എല്ലാവർക്കും കിട്ടിയിട്ടില്ല, അനുഭവം എല്ലാവർക്കും ഇല്ല. ഈ സ്വർഗീയ യെരൂശലേമിന് ചുറ്റും ആണ് യഹൂദന്മാരുള്ളത്, അതുപോലെ ജാതികളുള്ളത്. അവരെല്ലാം അവിടെ വിസിറ്റ് ചെയ്യും എന്നൊക്കെ നമ്മൾ സ്വർഗീയ യെരൂശലേം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് നമുക്ക് വലിയൊരു റൈറ്റും പ്രിവിലേജും ഉണ്ട് എന്ന് മറന്നു പോകരുത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കുന്നത്. ദൈവം തന്നിരിക്കുന്ന 7 അനുഗ്രഹങ്ങളുടെ അവസാനത്തെ അനുഗ്രഹമാണ് അവനോട് കൂടെ ഭരിക്കാനുള്ള അവസരം. തീർച്ചയായും ഇതിലേക്ക് നമുക്ക് വരാം. നമ്മുടെ ജീവിതങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ട് ഈ ദിവസങ്ങൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങുകയും പ്രത്യാശയോടെ ജീവിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ നീ ഞങ്ങളുടെ ജീവിതങ്ങളിലെ കർത്താവേ ഈ ദിവസങ്ങളിലെ ഈ ചിന്തകളും ആലോചനകളാലും നീ പ്രവർത്തിക്കണമേ. കർത്താവേ, ശുദ്ധിയോടിരിക്കുന്നവൻ കൂടുതലായിട്ട് അവനെ തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന് ദൈവവചനത്തിലുണ്ടല്ലോ. ഞങ്ങളെ വിശുദ്ധീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 1000 ആണ്ട് വാഴ്ചയിൽ രോഗവുമില്ല, പ്രയാസമില്ല. ഞങ്ങൾ രോഗികൾക്ക് വേണ്ടി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ 1000 ആണ്ട് വാഴ്ചയിൽ ഒരു രോഗവും ഒരു കഷ്ടതയും ഇല്ല എന്ന് ഞങ്ങൾ കാണുന്നു. എന്നാൽ അതിൻ്റെ മുന്നോടിയായി കർത്താവെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ഇപ്പോഴും കർത്താവെ രോഗത്തിൻ്റെ സൗഖ്യവും വിടുതലും അതിൻ്റെ നിഴലായിട്ട് ഇപ്പോഴും ഞങ്ങളുടെ മുമ്പിലുള്ള ഓർത്ത് സ്തോത്രം. കർത്താവെ, രോഗികളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ചും കുടലിൽ ആയിട്ട് ബന്ധപ്പെട്ട് അൾസറും അതുമായിട്ട് ചേർന്ന് പ്രയാസം, വയറ്റ് വേദന അനുഭവിക്കുകയും ഓപ്പറേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്നവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വലിയൊരു വിടുതൽ നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു ക്യാൻസർ ഗ്രോത്തും ഇല്ലാതെ അതെല്ലാം കർത്താവേ അത് റിമൂവ് ചെയ്യപ്പെടുവാനായിട്ടും പ്രോപ്പറായിട്ട് ആ ഓപ്പറേഷൻ കർത്താവെ ചെയ്യുവാനായിട്ടും ദൈവമേ ഈ ദിവസങ്ങളിൽ ഇടവരുത്തണമേ, സഹായിക്കണമേ. കർത്താവേ, ഡോക്ടർക്ക് വേണ്ടതായിട്ടുള്ള അഡ്വൈസ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ,
എൻഡോസ്കോപ്പിയിലൊക്കെ കർത്താവെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഒരു പ്രോബ്ലം ഇല്ല എന്ന് ചിന്തിപ്പാനായിട്ട് കർത്താവെ നീ ഒരു വലിയ മിറക്കിൾ അവരുടെ ജീവിതത്തിൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വയറിൻ്റെ എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന്, എല്ലാ അൾസറിൽ നിന്നും കർത്താവെ നീ വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെല്ലാം അനുഗ്രഹിച്ചോർത്ത് സ്തോത്രം. ഈ ദിവസങ്ങൾ കൂടുതൽ പ്രത്യാശയോടെ അവർ ജീവിപ്പാനായി കർത്താവെ നടക്കണം, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നിങ്ങളിത് വാച്ച് ചെയ്യണം. 1000 ആണ്ട് വാഴ്ചയുടെ വിവിധ എപ്പിസോഡിലാണ് ഇത്. നമുക്ക് ദൈവം നമ്മളുമായിട്ട് ചേർന്ന് ഭരിക്കുന്ന ഒരു അനുഭവം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്ന ഒരു ടൈമാണിത്. തീർച്ചയായും ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.